കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി മരണപ്പെട്ട കേസിൽ ഒന്നാം പ്രതി TM ഉവൈസ് സമർപ്പിച്ച ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. അതേസമയം കേസിലെ രണ്ടാം പ്രതിയും മന്ത്രവാദിനിയുമായ KH ഷമീമ, മൂന്നാം പ്രതി PM അസ്നീഫ എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. റിമാൻഡിൽ കഴിയുന്ന TM ഉവൈസ് എന്ന ഉബൈസിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. അതേസമയം കേസിലെ രണ്ടാം പ്രതിയും ഒന്നാം പ്രതിയുടെ ഭാര്യയുമായ മന്ത്രവാദിനി KH ഷമീമ, മൂന്നാം പ്രതി PM അസ്നീഫ എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കേസിലെ നാലാം പ്രതി ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഏഴാം പ്രതി സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിലെ രണ്ട് പ്രതികൾ ഗൾഫിലാണ്. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് DCRB DYSP KJ ജോൺസണാണ് കേസ് അന്വേഷിച്ച് കൊലപാതക കുറ്റം ചുമത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഒരു വർഷക്കാലം കേസ് മെല്ലെപ്പോക്കിലായിരുന്നു. തുടർന്ന് പ്രത്യേക സംഘത്തിന് അന്വേഷണം കൈമാറി മാസങ്ങൾക്കകമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്വർണത്തിന് വേണ്ടി ഗഫൂർ ഹാജിയെ പ്രതികൾ ആഭിചാരക്രിയ ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.